ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി അടിപൊളി ടേസ്റ്റുള്ള ഒരു എഗ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യാണ്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകും മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. അത്യാവശ്യം വലിയ സവാള ചെറുതാക്കി കട്ടാക്കിയതാണ്. അത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി അടുത്ത് ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതാക്കി കട്ടാക്കിയത് ഇട്ട് കൊടുക്കാം. ഒരു പകുതി തക്കാളി ചെറുതാക്കി കട്ടാക്കിയതും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അടുത്തത് ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ്. 3 പുഴുങ്ങിയ മുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറിയ പീസാക്കി ഒന്ന് കട്ടാക്കിയിട്ടെടുക്കണം. എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മുട്ട ഓവറായിട്ട് പൊട്ടിപ്പോകാതെ നോക്കണം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ചെറുതാക്കി കട്ടാക്കിയ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടും കൂടി എടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ. ഇനി ഇത് നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി അടുത്തത് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ പത്തലും ഇടിയപ്പൊക്കെ ചുടുന്ന അരിപ്പൊടിയാണ് കേട്ടോ. അതൊരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ടാക്കിയതും 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ മിക്സ് ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുഴച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. 1.5 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കവിടെ മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റില്ല, നല്ല ചൂടുണ്ടാവും, കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. ഇത് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ കുഴച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബോൾസ് ആക്കിയിട്ടെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു സൈസിലാണ് കേട്ടോ ആക്കിയിട്ടെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കയ്യിൽ വെച്ചൊന്ന് പരത്തിയെടുക്കാം. ഇതിൻ്റെ സെൻട്രലായിട്ടാണ് ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. അതിനായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നല്ലതുപോലെ ഒന്ന് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് ഒരു ബോൾസ് രൂപത്തിലാക്കിയിട്ടെടുക്കാം കേട്ടോ. ഇതിൽ നമ്മൾ ഒട്ടും മൈദയൊന്നും ചേർക്കാത്തതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് വരെ നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. ഇതിപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം കൂടി ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ 8 സ്നാക്കാണ് കേട്ടോ ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഒരു ആവി പാത്രത്തിൻ്റെ അടിഭാഗത്തൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഓയിലിന് പകരം വാഴയില വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ മാത്രമാണ് കേട്ടോ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഒരു 15 മിനിറ്റൊക്കെ മതി കേട്ടോ ഇത് നല്ലതുപോലെ ഒന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കി, നല്ലതുപോലെ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാനും പറ്റും കേട്ടോ. പക്ഷെ ഞാൻ ഇതിനെ ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് ഇതുപോലൊരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി നെയ്യൊന്ന് മെൽട്ടായതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. കൂടുതൽ കളറൊന്നും ചേഞ്ച് ആവുന്നവരെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു സൈഡൊക്കെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഇതിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയതിന് ശേഷം തിരിച്ചിട്ട് വിട്ട് മറ്റേ ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇത് ഇത്രയും മതി. ഇനി നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഒരു എഗ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്.
അപ്പോൾ നല്ല ചൂട് ചായയോടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.